സിനിമയാകുമ്പോൾ നമുക്ക് എല്ലാ ഡോക്യുമെൻ്ററി പോലെ കാണിക്കാൻ പറ്റുമല്ലോ. ആ സംഭവത്തെ ഊന്നി വേറൊരു കഥ പോലെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ നമ്മൾ ആദിവാസികൾ പ്രശ്നങ്ങൾ പറയുമ്പോൾ അവരെ മാവോയിസ്റ്റാക്കി മാറ്റുന്നത് നമ്മളെപ്പോഴും കാണുന്നതാണ്. ഇപ്പോൾ ഏത് ഇടത് വലത് സർക്കാരുകളാണ് കേരളം ഭരിച്ചുകൊണ്ട് ഇരിക്കുന്നത് കാലാകാലങ്ങളായിട്ട്. അപ്പോൾ ഏത് സർക്കാരുകളാണെങ്കിലും നമ്മുടെ ഭൂമി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കാറുണ്ട്. പിന്നെ സെൻട്രൽ ഇത് റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ, ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എന്താ പറയുക, ഒന്നും പറയാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ഇമോഷണലാണ്. ഓൾറെഡി മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്ത കുറേ ആൾക്കാരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ പറഞ്ഞ ഈ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം മുത്തങ്ങ സമരത്തെ ആസ്പദമാക്കി ആദിവാസികൾ ഭൂമി അവകാശത്തിന് വേണ്ടി, ആദിവാസികളാണ് യഥാർത്ഥത്തിൽ ഭൂമിയുടെ അവകാശികൾ. നമ്മളെ ആദിവാസികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ അവർ ഭൂമി കിടപ്പാടമില്ലാതെ ചെയ്യുന്ന സമരം, അതിനെങ്ങനെയാണ് ഒരു കാലത്ത് നമ്മുടെ സ്റ്റേറ്റ് അടിച്ചൊതുക്കിയത്, അതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന സിനിമയാണ്. നമ്മുടെ തമിഴ്നാട്ടിലെ ആസുരൻ മൂവിയൊക്കെ പോലത്തെ, അതേപോലെ മാരി സെൽവരാജ്, വെട്രിമാരൻ, രഞ്ജിത്ത് ഇവരൊക്കെ എടുക്കുന്ന രീതിയിലുള്ള ഒരു മൂവിയാണ്. ഒരു പൊളിറ്റിക്കൽ മൂവിയാണ്. ഭയങ്കര ഇമോഷണലാണ്. നമ്മൾ ചെറുപ്പത്തിൽ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മുത്തങ്ങ സമരം നടന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വായിച്ച ആ ചിത്രങ്ങളൊക്കെ നേരിട്ട് അത് വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഒരുപാട് കരഞ്ഞു. കരച്ചിൽ എനിക്ക് അടക്കാൻ വേണ്ടി പറ്റിയില്ല. ഞാൻ പൊട്ടി കരയുമായിരുന്നു. പക്ഷെ പറയുമ്പോൾ തന്നെ ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് സി കെ ജാനു, ഗീതാനന്ദ മാഷിൻ്റെ വായി എന്നൊക്കെ ഞാൻ സ്വന്തമായിട്ട് കേട്ടിട്ടുണ്ട് ഈ കഥ. അതുകൊണ്ട് എനിക്കറിയാം. ഭയങ്കര ഇമോഷണലാണ്. എല്ലാം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ ആ ഒറിജിനൽ സംഭവത്തോട് നീതി പുലർത്തി. പിന്നെ പണിയ ഭാഷയാണ് ആദ്യമായിട്ട് അതിനകത്ത് കാണിക്കുന്നത്. അതൊക്കെ നല്ല രീതിയിൽ ആ ഭാഷ പിടിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ നരിത്തൂക്ക് എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ കാണിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. എല്ലാം വളരെ മനോഹരമായിട്ട്. സിനിമയാകുമ്പോൾ നമുക്ക് എല്ലാ ഡോക്യുമെൻ്ററി പോലെ കാണിക്കാൻ പറ്റുമല്ലോ. ആ സംഭവത്തെ ഊന്നി വേറൊരു കഥ പോലെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ആ സംഭവമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. ജസ്റ്റിസ് പുലർത്തി. പൊളിറ്റിക്കലി ഇഷ്യൂ വരാൻ വേണ്ടി ചാൻസ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ഏത് ഇടത് വലത് സർക്കാരുകളാണ് കേരളം ഭരിച്ചുകൊണ്ട് ഇരിക്കുന്നത് കാലാകാലങ്ങളായിട്ട്. അപ്പോൾ ഏത് സർക്കാരുകളാണെങ്കിലും നമ്മുടെ എന്താ പറയുക, ആദിവാസികൾക്ക് ഭൂമി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കാറുണ്ട്. പിന്നെ സെൻട്രൽ ഗവൺമെൻറ് ആദിവാസികളുടെ ഒരു പ്രശ്നങ്ങൾക്കും, സെൻട്രൽ ഗവൺമെൻറ് ആദിവാസികളോട് നിൽക്കുന്ന ഒരു സർക്കാരല്ല. നമ്മൾ ആദിവാസികൾ പ്രശ്നങ്ങൾ പറയുമ്പോൾ അവരെ മാവോയിസ്റ്റാക്കി മാറ്റുന്നത് നമ്മളെപ്പോഴും കാണുന്നതാണ്. അതൊക്കെ എല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് ഈ സിനിമ. ഇന്നത്തെ പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയാണ്. ഇനിയെങ്കിലും ഈ സിനിമ ഉണ്ടെങ്കിലും കുറച്ച് ആൾക്കാർക്ക് ഇനി ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഭൂമിയാണ് നമുക്ക് വേണ്ടത്. വേടം പറഞ്ഞ പോലെ, വേടം പറഞ്ഞിട്ടില്ലേ, എന്താ, തുണ്ട് മണ്ണിനായി കൊതിച്ച് പിന്നീട് ആരോ ചതിച്ച് നീതി പണ്ടേ മരിച്ചു എന്ന്. അതേപോലെ മണ്ണിന് വേണ്ടിയാണ് കൊതിക്കുന്നത്. മണ്ണിന് വേണ്ടിയാണ് ഇപ്പോഴും നിലമ്പൂർ ആദിവാസികൾ സമരത്തിന് തുടങ്ങിയിട്ടുണ്ട് മിനിങ്ങാന്ന്. അപ്പോൾ എല്ലാവർക്കും പട്ടയം കിട്ടട്ടെ, എല്ലാവർക്കും തുണ്ട് മണ്ണുണ്ടാവട്ടെ, കൃഷി ചെയ്യാൻ പറ്റട്ടെ. എന്ന് പറയുമ്പോൾ ടൊവിനോയുടെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടുള്ള ഒരു മൂവി എന്ന് തന്നെ പറയാം. പിന്നെ വളരെ നന്നായിട്ട് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തിരക്കഥ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തിരക്കഥയുണ്ട്. പിന്നെ നമ്മുടെ ബേസ്ഡ് ഓൺ ട്രൂ ഇൻസിഡൻസ് ആണ്. നമ്മുടെ 2003 മുത്തങ്ങ സമരം ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. പിന്നെ ചേരന് മലയാളത്തിൽ വളരെ നല്ലൊരു പെർഫോമൻസ് ഈ സിനിമയിൽ കാണിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സി കെ ജാനുവിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ആര്യ സലീം, അവരുടെയും ഒരുപക്ഷെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും. അവർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും ക്യാമറ നല്ല ഒരുപാട് വയനാടിൻ്റെ ആലപ്പുഴയുടെയൊക്കെ ബ്യൂട്ടിയിൽ കാണിച്ചിട്ടുണ്ട്. ഓരോ നല്ലൊരു മനോഹരമായിട്ടുള്ള ചിത്രം പോലെ തോന്നും അല്ലെ, ചില സീനുകളും ഫ്രെയിമുകളും. അത്ര നല്ലൊരു മൂവിയാണ്. എന്ന് പറയുമ്പോൾ നമുക്ക് യാതൊരു മുഷിവില്ല. സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെയും ഒരു മുഷിവ് തോന്നി. ട്രെയിലർ കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു ബോറിംഗ് ആയിട്ട് തോന്നി. പക്ഷേ സിനിമ കണ്ടപ്പം വളരെ നന്നായിട്ട് തോന്നി. ടൊവിനോയുടെ ഒരു ബെഞ്ച് മാർക്ക് പെർഫോമൻസ് എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് നല്ലൊരു മൂവി. തൂക്കണം, അത്രയ്ക്ക് പുള്ളി അത്ര എഫേർട്ട് എടുത്ത് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് നല്ലൊരു പുള്ളിയുടെ കരിയർ ബെസ്റ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടൊവിനോയിൽ അത്രയ്ക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. സൂപ്പർ ഓടായിട്ടുണ്ട് ചേട്ടാ. ടൊവിനോ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ബേണറാണ്, പക്ഷേ സെക്കൻഡ് ഹാഫ് കിടുക്കിയിട്ടുണ്ട്. അതിലാണ് കുറേ ഇമോഷണൽ സീൻസും പിന്നെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ളത്. കിടിലം പടം. നടന്ന സംഭവം എനിക്ക് ഇത് റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ, ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നന്നായിട്ട് എടുത്തിട്ടുണ്ട്.